ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കിഡിലായിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ. നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എടുത്ത് കളയാതിതാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാലില്ലേ നിങ്ങളതിൻ്റെ പഴം കറുത്ത് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യട്ടോ. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിക്കണേ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിത് ആ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പീസ് എടുത്തിട്ട് നിങ്ങൾക്ക് കുറച്ച് അധികം മധുരമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1-2 പീസ് എടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനൊന്ന് മെൽറ്റാൻ വേണ്ടി നമുക്ക് അടുപ്പത്തൊട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മളിതാ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ടത് ഗീ തന്നെ കേട്ടോ. വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും എടുക്കാൻ പാടില്ല. ഗീ തന്നെ ഉണ്ടാക്കിയാൽ മാത്രമേ കേട്ടോ ഈ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് 2 ടീസ്പൂണോളം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാക്കി ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇതിന് കളറൊന്ന് മാറ്റിയെടുക്കാം. ഒന്ന് ലൈറ്റ് ഒരു ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കളറൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് അതൊന്ന് കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ എണ്ണയിലേക്ക് തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നേന്ത്രപ്പഴം കേട്ടോ. നല്ല പഴുത്ത 2 നേന്ത്രപ്പഴമായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കണം. ആ ഒരു പച്ചമണവും പഴത്തിൻ്റെ ഒരു പച്ചമണമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് മാറി കളറൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്ന ആ രൂപത്തിൽ ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ലോ ഫ്ലെയിമിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക. പെട്ടെന്ന് അങ്ങ് കളറൊന്ന് മാറി കിട്ടുമല്ലോ പഴമല്ലേ. ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് ആയാൽ മതി. ഒരുപാട് കളർ മാറ്റിയെടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1 ടീസ്പൂണോളം ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിയും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മതിയാവും, ഒരുപാട് ചേർക്കേണ്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ഗോതമ്പ് പൊടിയുടെ പച്ചമണം ഉണ്ടാവുമല്ലോ അതൊന്ന് മാറി കളറൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് മാറിയിട്ടൊന്ന് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക. സ്മെല്ലൊക്കെ അങ്ങ് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബാക്കിയുള്ളതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പായൊക്കെ നന്നായിട്ട് വറുത്ത് ഗോതമ്പൊടിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് പായ ഒന്ന് ഉടച്ചെടുക്കുക. നമ്മൾ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു സമയം ആകുന്നപ്പോഴത്തേക്ക് തന്നെ പായൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ആയിട്ട് കിട്ടും കേട്ടോ. ഒരുപാട് അങ്ങ് മഷി പോലെ ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇതിങ്ങനെ ഉടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ ആക്കിയിട്ടെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് ഉടച്ച് മഷി പോലെ ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ മതിയേ. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏലക്കായ കേട്ടോ. 1-2 ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ കേട്ടോ. 1/2 കപ്പ് തേങ്ങയും 1 കപ്പ് വെള്ളവും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് ഇത്. അപ്പോൾ അതിനെ അരച്ചെടുത്തിട്ട് ആ ഒരു തേങ്ങയൊക്കെ അരിച്ചെടുത്ത് ഇതിലേക്ക് പാൽ മാത്രം ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്തെടുക്കാം കേട്ടോ. 1 പിഞ്ചോളം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാൾട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഫുൾ ഫ്ലെയിമിലേക്ക് ഇനി അങ്ങ് ആക്കി കൊടുക്കുക. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. പെട്ടെന്ന് അതങ്ങ് കുറുകി കിട്ടുക. നന്നായിട്ട് കുറുക്കിയെടുക്കണം. നന്നായിട്ട് കുറുക്കിയിട്ട് നമ്മൾ ഒരു വരട്ടിയൊക്കെ റെഡിയാക്കി എടുക്കുമല്ലോ ആ രീതിക്ക് വേണം ഇത് ആക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. പെട്ടെന്ന് അങ്ങ് റെഡിയായിട്ട് വന്നോളൂ. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുന്ന സമയത്തിന് നന്നായിട്ട് ഇതിങ്ങനെ കുറുകി കിട്ടും. ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് വറ്റിയെടുക്കണം. ഇതിന് നമ്മളിങ്ങനെ വരട്ടിയെടുക്കുന്ന ആ ഒരു പരുവത്തിലാണെങ്കിൽ ഒന്നുകൂടി ഇതിങ്ങനെ നന്നായിട്ട് തേങ്ങാപ്പാൽ വറ്റി കിട്ടണം കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തുണ്ടല്ലോ അത് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഒന്നുകൂടി നന്നായിട്ട് വറ്റിച്ച് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലായിക്കഴിഞ്ഞാൽ നമുക്കങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ.
ഇനി കുറുകി ഒരുപാട് അങ്ങ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്കാട്ട് നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതിനങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി പഴമൊക്കെ കറുത്ത് പോയി കഴിഞ്ഞാൽ എടുത്ത് കളയാനൊന്നും നിൽക്കണ്ട. ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. വെറും 5-10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.